നീ പോയതിനു ശേഷം ഈ ലോകം ഒട്ടും സുന്ദരമല്ല ഫാത്തിമ. നീ ഇല്ലാതെ ഈ ദുനിയാവിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ. ഒരിക്കൽ അലി റളിയല്ലാഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫാത്തിമ ബീവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെ നോക്കലും പാചകം ചെയ്യലുമൊക്കെയായി തിരക്കിലാണ്. അലിയാര് തങ്ങളെ കണ്ട ഭാവം പോലും നടിച്ചില്ല. സാധാരണ സ്വീകരിച്ച് സ്നേഹം കൊണ്ട് പൊതിയുന്ന ആളിപ്പോ കണ്ട ഭാവം പോലും നടിക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും എന്തേ മിണ്ടാതിരുന്നത്? കേട്ടയുടനെ ഫാത്തിമ ബീവി പറയാണ്, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. ഈ മറുപടി കേട്ടപ്പോ പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കമെന്ന് അലിയാര് തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളാവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഞാൻ എൻ്റെ ഉപ്പാനെ മുത്തുനബിയെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലായില്ലേ, കാണാൻ പൂതി വരുത്തുന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. അലിയാര് തങ്ങൾക്ക് ഇടിവെട്ടേറ്റ പോലെ തരിച്ചു പോയി കരയാൻ തുടങ്ങി. ഫാത്തിമ ബീവിയും ചേർന്നിരുന്ന് കരഞ്ഞു. ജീവന് തുല്യം സ്നേഹിച്ചവൾ, റസൂലിന്റെ പുന്നാര മകൾ, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഫാത്തിമ? അലിയാര് തങ്ങൾ വിതുമ്പി. ലോകത്തെ ഏറ്റവും മികച്ച മാതൃകാ ദമ്പതികളായിരുന്നു അലിയാരും ഫാത്തിമയും. ആ ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ ദിനമാണ് റമദാൻ 3 ഇന്ന്. എല്ലാവരും അവിടത്തേക്ക് ഒരു ഫാത്തിഹ ഓതുക. നാളെ മഹദിയുടെ കൂടെ റസൂലിൻ്റെ ഒപ്പം നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ.